أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. വന്യരായ സയ്യിദ് അസ്ലം ദിഫ്രി തങ്ങളവറുകൾ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂറ്റമ്പാറ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നിങ്ങൾ നല്ല വാഴ് കൂട്ടിയിരിക്കുന്ന ഒരു സദസ്സാണ്. ഞാനാണെങ്കിൽ വളരെ അവശനുമാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രം സംസാരിച്ച് നിങ്ങളെ വിട്ടുതരും. അല്ലാഹു നമ്മുടെ വാക്കുകളെല്ലാം അവന് പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. എനിക്കൊരു വാഴ് പറഞ്ഞു തരണം നബിയെ. അത് ചുരുക്കി പറഞ്ഞു തരണം, വളരെ സംക്ഷിപ്തമായി പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വഅദ്, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. നീ നിസ്കരിക്കാൻ എഴുന്നേറ്റിരുന്നാൽ ഫസല്ലി സ്വലാത മുവദ്ദിഅ, യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. യാത്ര പറയുന്നവന്റെ നിസ്കാരം ഇത് എന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും എന്ന നിലക്ക് നിസ്കരിക്കണം. ഇവിടെ ചുമര ഇതിന്റെ ബേക്കിൽ ഫുള്ള് ചുമര. കുറച്ച് കാറ്റ് വരാൻ ഒരു വകുപ്പുമില്ലല്ലോ ഇതിന്റെ മുകളിൽ. ഇന്ന് ചൂടായിട്ട് ഫാന് ഭയങ്കര ശബ്ദം, ഭയങ്കര ചൂട്. അധികത്ത് വെച്ചാൽ ചൂട് മതി അധികത്ത് വേണ്ട, കുറച്ചുകൂടി വേക്കോട്ടെ. അതിട്ട്
അങ്ങോട്ട് കുടിക്കട്ടെ, എനിക്ക് മാത്രമേ എല്ലാവർക്കും ഉണ്ടാകും ചൂട്. സുഹൃത്തുക്കളെ, ഇദാ കുൻത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദി. നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമായേക്കും എന്ന നിലക്ക് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഉപദേശം. അപകൃത്യമായി നിസ്കരിക്കണം. ഏത് നിസ്കാരം നിസ്കരിക്കുമ്പോഴും അടുത്ത സമയത്ത് ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന നിലക്ക് മനുഷ്യൻ ക്ലിയറായ ജീവിതം നയിക്കണം. അതോടുകൂടെ ഭക്തിയോടുകൂടെ നിസ്കരിക്കണം. അല്ലാഹു സാധുക്കളായ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി പറഞ്ഞു, ലാ തതകല്ലം ബികലാമിൻ തഅദിറു ബിൽലുഗദൻ. ഏത് വാക്ക് സംസാരിക്കുകയാണെങ്കിലും നാളെ പടച്ചവന്റെ കോടതിയിൽ നിന്ന് ഞാനങ്ങനെ പറഞ്ഞുപോയി, ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചുപോയി, എന്റെ നാവുമ്പോൾ അങ്ങനെ വന്നുപോയി എന്ന് കാരണം പറയേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു സംസാരവും സംസാരിക്കരുത്. സംസാരം വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ വാദാണ്. മൂന്നാമത്തെ ഉപദേശം, വജ്നഉൽ ലിയാസ മിമ്മാ ഫീ ഐദിൻ നാസ്. ജനങ്ങളുടെ കൈവശത്തിലുള്ളത് അതിൽ നീ ആശ വെച്ച് കൂടരുത്. ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നീ നിരാശനാകണം. എന്നിട്ട് അല്ലാഹുവിന്റെ അടുക്കലുള്ളതിൽ ആശ വെക്കുന്നവനാകണം. മൂന്ന് വാലാണ്, മൂന്ന് ഉപദേശമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കൊടുത്തത്. സുഹൃത്തുക്കളെ, ഇതിലൊന്നാമത്തെ ഉപദേശം, ഏത് സമയത്തും മനുഷ്യൻ മരണത്തെ ഓർമ്മിച്ച് മരണത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വിധത്തിൽ ക്ലിയറായ ജീവിതം നയിക്കണമെന്നാണ് അറിയിക്കുന്നത്. ഏറ്റവും വലിയ ഭാഗം മരണമാണ്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര ആളുകളാണ്, ചെറുതും വലുതുമായ ആളുകൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞത്. എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു പോയത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ഈ ചമ്പാട് വരുമ്പോൾ അബ്ദുൽ ഖാദിർ ഹാദിയെ ഓർമ്മിക്കാതെ നിർവാഹമില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു മനുഷ്യനും മരണം മുന്നിലുണ്ട്. ആ മരണം ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ളതല്ല. ഈ ചിന്തയിൽ മനുഷ്യൻ അതാ അവന്റെ ജീവിതം നയിക്കണം. മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വേദം വിളമ്പി പറവാൻ മടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തവർ. ഒരുപാട് ആളുകളെ ഉപദേശം നൽകി സന്മാർഗത്തിലേക്ക് നയിച്ച മഹാപണ്ഡിതനാണ്. മഹാനവറുകൾ വീട്ടിൽ നിന്നിറങ്ങി ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമ്മയുടെ വസിയ്യത്തായിരുന്നു, മോനെ ഒരിക്കലും കളവ് പറയരുത്. ആ വസിയ്യത്ത് മാനിച്ചുകൊണ്ടാണ് കള്ളന്മാർ വഴിക്ക് വെച്ച് പിടികൂടിയിട്ട് കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 40 സ്വർണ്ണനാണയമുണ്ടെന്ന് സത്യം പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചപ്പോ ആരും കാണാതെ ഉമ്മ ഒളിപ്പിച്ചു വെച്ചു കൊടുത്ത സ്ഥലം കാണിച്ചു കൊടുത്തു. നേര് പറയാനാണ് ഉമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് വിശദീകരിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ കൊള്ളത്തലവരും കൂടെയുള്ള കൊള്ളക്കാര് മുഴുവനും
സത്യം പറഞ്ഞ ഈ ചെറിയ കുട്ടിയുടെ സത്യസന്ധത മനസ്സിലാക്കി ചിന്തിച്ചു. അവരെല്ലാം തൗബ ചെയ്ത് നന്നായിപ്പോയി. സുഹൃത്തുക്കളെ, ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ വെളിച്ചം കൊടുക്കാനുള്ള കാരണമാണ് ഹിദായത്തുള്ളവരുമായി ബന്ധപ്പെടുക എന്നത്. വെളിച്ചം അങ്ങനെയല്ലേ? നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥലത്തൊരു തീയുണ്ടെങ്കിൽ, കൈത്തിരിയുണ്ടെങ്കിൽ, വിളക്കുണ്ടെങ്കിൽ അതിന്റെ മേലെ നിന്ന് വേറൊരു വിളക്കിലേക്ക് തീയെടുക്കുന്നു, അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് എടുക്കുന്നു. അങ്ങനെയല്ലേ ഹിദായത്തിന്റെ വെളിച്ചം? വെളിച്ചം കിട്ടിയവർ മുഖേന കണക്ഷനായി പോകലാണ്. ചെറിയ കുട്ടിയാണെങ്കിലും ഇൽമു പഠിക്കാൻ പോവുകയാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഉമ്മ പഠിപ്പിച്ച ഇൽമു കളവ് പറയരുതെന്നാണ്. ഉമ്മമാരെ, കുട്ടികൾക്ക് അങ്ങനെ പഠിപ്പിക്കാവൂ. ചില പെണ്ണുങ്ങന്മാരുണ്ട്, ഒരു ദിവസം സ്കൂളിൽ പോയില്ലേ, മദ്രസയിൽ പോയില്ലെങ്കിൽ എന്താ പറയേണ്ടത് കള്ളത്തരം പഠിപ്പിച്ചു കൊടുക്കും കുട്ടികൾക്ക്. ഉസ്താദിനോട് കള്ളത്തരം പറയാൻ, അല്ലെങ്കിൽ മാഷോട് കള്ളത്തരം പറയാൻ ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. ബർക്കത്ത് നഷ്ടപ്പെട്ടു. സാധാരണ കളവ് പറയുന്നതിനേക്കാളും ഗൗരവ ഉസ്താദിനോട് കളവ് പറയുന്നത്. ഉസ്താദിനോട് കളവ് പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ ഈ ഉസ്താദ് ആരാധന മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായ ഉസ്താദ്, ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഖുർആനും ഹദീസും ദീനിന്റെ ഇൽമും പഠിപ്പിച്ച ഏറ്റവും വലിയ നേതാവ്. ആ നേതാവിന്റെ അനന്തരക്കാരനാണ് പണ്ഡിതൻ. ആ പണ്ഡിതനാണ് നമുക്ക് ഇൽമു വർദ്ധിക്കുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഹാബിയാണെന്നാണോ നമ്മൾ പറയാ, അല്ലെങ്കിൽ കപട വിശ്വാസിയാണെന്നോ പറയാ? അദ്ദേഹത്തിന്റെ സഹാബിയാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യം പോലും. റസൂലുള്ളാഹിനെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കുന്ന ഒരാള്. അപ്പോൾ അദ്ദേഹത്തിന് ഈമാൻ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. എങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർ, ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് കളവ് പറയരുത്, കളവ് പറയാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. മദ്രസയിലൊക്കെ പഠിക്കുന്ന ഇവിടെയൊക്കെ മദ്രസകൾ ഉണ്ടാവും. അല്ലാഹു നമ്മളെല്ലാ മദ്രസയും പുരോഗമിപ്പിച്ചു തീർമാറാകട്ടെ. കുട്ടികൾക്കൊക്കെ അല്ലാഹു തആല നാഫിയായ ഇൽമു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഉമ്മാര് പറഞ്ഞു കൊടുക്കട്ടെ, ജീവിതത്തിൽ കളവ് പറയരുത്. മുഹീദ്ദീൻ ശൈഖുൽവാന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതെന്താ ഉണ്ടായത്? 40 സ്വർണ്ണമാണ് കള്ളന്റെ കൈ കൊടുത്തു, പഠിപ്പിച്ചതനുസരിച്ച് ചെയ്തതാ. പക്ഷെ അതോടുകൂടെ തന്നെ കള്ളന്മാർക്ക് മുഴുവനും നല്ല ഹിദായത്ത് കൊടുത്തു. 40 ദീനാറ് തിരിച്ചു കിട്ടി എന്ന് മാത്രമല്ല, കൂടെയുള്ള കച്ചവട സംഘത്തിന്റെ മുഴുവൻ തുകയും തിരിച്ചു കിട്ടി. കള്ളം പറയരുതെന്ന ചൊല്ലാറ് കള്ളന് കയ്യിലെ പെണ്ണി കൊടുത്തോവരു. ആ മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുമ്പോ വല്ലാത്ത ഫലമാണ്. ആയിരങ്ങൾ തൗബ ചെയ്യുകയാണ്. എന്നെപ്പോലെയല്ല, ഇന്നുള്ള നമ്മളെ മുസ്ലിമാരെ പോലെയൊന്നുമല്ല. രോഗം അറിഞ്ഞ് ചികിത്സിക്കുന്ന നേതാവാണ്. രോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സിന്റെ രോഗമാണ്. ഏറ്റവും വലിയ രോഗം മനസ്സിന്റെ രോഗമാണ്. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വെറുപ്പുമൊക്കെ അസുഖത മനസ്സിന്റെ രോഗമാണ്. ശരീരത്തിന്റെ രോഗത്തിന് ചികിത്സിച്ച് വേഗം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. മനസ്സിന്റെ രോഗത്തിന് ചികിത്സിക്കണമെങ്കിൽ അതിന് മനസ്സിന്റെ ഡോക്ടർമാര് വേണം. അത്തരത്തിലുള്ള ഡോക്ടർമാരാണ് ദീനിന്റെ പണ്ഡിതന്മാർ. അതിന് വലിയ പ്രഗത്ഭരാണ് ഗൗസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽവേഗം എന്നോവരും. വാലിങ്ങനെ പറയുമ്പോ അങ്ങകലെ ഒരു വീട്ടിലുണ്ട് അബൂബക്കർ ഇമാദ് റഹിമഹുല്ലാഹ്. ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, സുന്നത്തുമായിട്ട് അതന്നെയാണ് ഹഖ് എന്നവരും അതിന് തെളിവ് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിലയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ പെട്ടെന്ന് ചെറിയ സംശയം വന്നല്ലോ, അതൊന്ന് തീരണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിന് ഓർമ്മയായി മുഹീദ്ദീൻ ശൈഖുൽവാന്റെ വായ എടുക്കുന്നുണ്ടല്ലോ. മൂപ്പരെ പറ്റി എല്ലാവരും പറയും, മനസ്സിലുള്ളത് നോക്കിയിട്ട് പറയൂ. ഞാനൊന്ന് ചൊല്ലോട്ടെ, എന്റെ മനസ്സിലുള്ള സംശയത്തിന് മറുപടിയുമില്ലേ
അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വന്നു. കയറി വരുമ്പോൾ തന്നെ